മെയിൻ വാട്ടർഫോളിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. കാണാൻ താല്പര്യമുള്ളവർ അതാദ്യം കണ്ടോളൂ കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അമ്പൂലിയിലെ മെയിൻ വാട്ടർഫോൾ കണ്ട് ബസ് കാത്തു നിൽക്കുന്ന സമയത്താണ് കുറച്ചപ്പുറത്ത് നിന്ന് കുറച്ച് പേരുടെ കൂക്കും വിളിയൊക്കെ കേട്ടത്. അപ്പോൾ എന്തായാലും അവിടെ എന്ത് സംഭവം എന്ന് അറിയാനായിട്ട് ഞാൻ അവിടെ കൂടെ ഒന്ന് പോയി. അവിടെ പോയപ്പോൾ കുറച്ച് കുട്ടികൾ കൂടി കൂക്കും വിളിയൊക്കെ ആയിരുന്നു. അവരുടെ വക ഒരു എൻജോയ്മെൻറ്റ്. പക്ഷെ അത് കാണാനായിട്ട് എനിക്ക് മുഴുവൻ പറ്റിയില്ല. അപ്പോഴേക്കും വലിയൊരു മഴയൊക്കെ പെയ്തു. എൻ്റെ ക്യാമറ ഒക്കെ നനയും എന്നുള്ളൊരു രീതിയായപ്പോൾ ഞാൻ അവിടെ നിന്ന് ഓടി അടുത്തുള്ളൊരു തട്ടുകടയിൽ ചെന്ന് നിൽക്കുകയുണ്ടായത്. അവിടെ കുറച്ച് നേരം നിന്നു. ഞാൻ പിന്നെ ബസ് കയറി പോവാമെന്നുള്ളൊരു ധാരണയിലേക്ക് എത്തി. കണ്ടില്ലേ മഴയൊക്കെ ഇത്ര അധികം ഉണ്ട്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ തോന്നി അവരത്രയും അവിടെ എൻജോയ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഇല്ലാതിരിക്കില്ലല്ലോ. അങ്ങനെ വീണ്ടും അവരുടെ അടുത്തേക്ക് പോവാമെന്ന് വിചാരിച്ച് ക്യാമറ ഒക്കെ ബാഗിലാക്കി ആക്ഷൻ ക്യാം മാത്രം കയ്യിൽ വെച്ചിട്ട് ഞാൻ റോഡിൽ കൂടെ അങ്ങോട്ട് നടന്നു. നല്ല മഴ പെയ്യുന്നുണ്ട്. ചിലയിടത്തൊക്കെ ചെറുതായിട്ട് കല്ലൊക്കെ വീഴുന്നുണ്ട് ചില ഭാഗത്ത്. അങ്ങനെ വീണൊരു കല്ലാണ് ആ റോഡിൽ കിടക്കുന്നത്. അതെൻ്റെ മുന്നിൽ വെച്ചിട്ടായിരുന്നു വീണിട്ടുണ്ടായിരുന്നത്. അതെനിക്ക് ക്യാമറയിൽ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല എന്ന് മാത്രം. ഇത് അമ്പോലി മെയിൻ വാട്ടർഫോളിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് ഒരു 100 മീറ്റർ നടന്നു കഴിഞ്ഞാൽ ഈ വാട്ടർഫോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഞാനിവിടെ വന്നപ്പോൾ കാണുന്നത് കുറച്ച് പേര് ഇവിടെ നിന്ന് വളരെയധികം എൻജോയ് ചെയ്യുന്നതാണ്. ഈ ഒരു 4-5 പേര് മാത്രമേ ഇവിടെ വന്നിട്ടുള്ളൂ. ബാക്കി എല്ലാവരും ആ മെയിൻ വാട്ടർഫോളിൻ്റെ അടുത്താണ് നിൽക്കുന്നത്. അവർക്ക് ആർക്കും ഇത് കാണണമെന്നോ അല്ലെങ്കിൽ ഒരു വാട്ടർഫോൾ ഉണ്ടെന്നോ ഒരു ധാരണ ഇല്ലാതെയാണ് നിൽക്കുന്നത് തന്നെ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അമ്പൂലി വാട്ടർഫോൾ കാണാൻ വേണ്ടി വന്നിട്ട് ഈ വാട്ടർഫോളാണ് എനിക്ക് ശരിക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയത്. പിന്നെ കൂടെ നല്ല മഴയുണ്ടായിരുന്നത് കാരണം ഇത് ഫാൾ എവിടുന്ന തുടങ്ങുന്നത്, എവിടുന്ന സ്റ്റാർട്ട് ചെയ്യുന്നത് എന്ന് കാണാൻ പറ്റുന്നില്ല. ഒരു അനന്തതയിൽ നിന്ന് വെള്ളം ഒഴുകി വരുന്നത് പോലെയാണ് ഫീൽ ചെയ്തിരുന്നത്. പിന്നെ അത് മാത്രമല്ല അതിൻ്റെ കൂടെ കനത്ത മഴയും കൂടെ ആയപ്പോൾ വേറൊരു ലെവല് വൈബായിരുന്നു അവിടെ. അപ്പം അതുകൊണ്ട് തന്നെ അവർ കിടന്ന് തുള്ളി ചാടിയിരുന്നത്. ആ ഒരു അനുഭവം അവർ ഫീൽ ചെയ്തപ്പോൾ അവർക്ക് അത് എക്സ്പ്രസ് ചെയ്യുന്നതാണ് ആ കാണുന്നത്. പിന്നെ ഇവിടെ നിൽക്കുന്നതൊക്കെ കുറച്ച് ഡേഞ്ചറസ് ആണ്. എന്താ വെച്ച് കഴിഞ്ഞാൽ ഇടയ്ക്കൊക്കെ കല്ല് വീഴുന്നത് കാണുന്നുണ്ട് മുകളിൽ നിന്ന് ചെറുതായിട്ടൊക്കെ. എന്നാലും ഇവരൊക്കെ ഇവിടെ നിൽക്കുന്നുണ്ട്. ഞാൻ മുകളിലേക്ക് കയറണമെന്ന് വിചാരിച്ചതല്ല, പക്ഷേ ഇവരെന്നെ വളരെയധികം നിർബന്ധിച്ച് മുകളിൽ കയറ്റി. ഞാൻ ആദ്യം വിചാരിച്ചത് ഇവർ വല്ല കഞ്ചാവോ വെള്ളമടിച്ച് ഫോൺ തിരിഞ്ഞ് നിൽക്കുമെന്ന് വിചാരിച്ചത്. പക്ഷെ അങ്ങനെയല്ല. ഇവരാരും അങ്ങനെ മദ്യം കഴിക്കുന്ന കൂട്ടത്തിലോ കഞ്ചാടിക്കുന്ന കൂട്ടത്തിലല്ല. എനിക്കത് ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളിലൂടെ എനിക്ക് മനസ്സിലായതാണ്. അവരുടെ എൻജോയ്മെന്റ് ഇത്തരം കാര്യങ്ങളാണ്. അവരിത് കഴിഞ്ഞ് വേറെ എങ്ങോട്ടോ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അടുത്ത് പറഞ്ഞത് എവിടേക്കാന്നുള്ളത് ഞാൻ മറന്നുപോയി. അപ്പോൾ അവരുടെ ലഹരി ഇതൊക്കെയാണ്. പിന്നെ ഇവിടെ നിന്നിട്ട് ഞാൻ എടുത്ത വീഡിയോസ് ഒന്നും എനിക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റാത്തൊരു രീതിയിലാണ്. കാരണം മഴ അത്രയും വലിയ മഴയുണ്ടായിരുന്നു. ക്യാമറ ഫുള്ള് വെള്ളത്തിലായിരുന്നു. ചില സമയത്തൊന്നും കാണാൻ തന്നെ പറ്റുന്നില്ല ക്യാമറയിൽ വെള്ളം ആയിട്ട്. ആകെ വളരെ കുറച്ചൊരു 10% മാത്രമേ എനിക്ക് വീഡിയോ ആയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ ഇവര് പൊളിയാണ് കേട്ടോ. ഈ ടീം പൊളിയാണ്. ഇവർക്ക് വേറെ ലക്ഷ്യമൊന്നുമില്ല. ഇവർക്ക് വന്ന സ്ഥലം, ഇവർക്ക് ആഗ്രഹിച്ച സ്ഥലം വന്ന് കണ്ട് എൻജോയ് ചെയ്യുക, അത്രേ ഉള്ളൂ. പിന്നെ ഇവരെല്ലാവരും ഗോവയിലുള്ളവരാണ് കേട്ടോ. അവരവിടെ നിന്നാണ് ഇങ്ങോട്ട് ടൂറിന് വന്നത്. കാറിലാണ് വന്നവർ. അവർ നെക്സ്റ്റ് പോകുന്ന സ്ഥലത്തേക്ക് എന്നെ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് എൻ്റെ ടൈം പ്രകാരം എനിക്ക് പറ്റാത്ത കാരണം ഞാൻ പോയില്ല. എന്തായാലും അപ്പോൾ ഈ വാട്ടർഫോൾ നിങ്ങളൊന്ന് എൻജോയ് ചെയ്യും. ഓക്കെ.
വാട്ടർഫാൾസ് ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ അമ്പോലിയിലെ ഈ വാട്ടർഫാൾ അതുപോലെ തന്നെ അതിന്റെ ചുറ്റുവട്ടത്തുള്ള വാട്ടർഫാൾസ്, റിവേഴ്സ് വാട്ടർഫാൾ ഉണ്ട്. ഇതൊന്നും നിങ്ങളുടെ ലൈഫിൽ ഒരു വട്ടം കണ്ടിരിക്കണം. ഒരിക്കലും മിസ്സാക്കരുത്. ഓക്കെ. ബാക്കിയുള്ള വാട്ടർഫാൾസ് ഞാൻ അടുത്ത വീഡിയോകളിലായിട്ട് ഷെയർ ചെയ്യാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.